അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പോകുന്നു. സമയം ബിരിയാണി എന്താ സംഭവം? എന്നിട്ട് തന്നെ ഒന്നുമില്ല. ഞാൻ ബീഫ് അടിച്ചു, മീനടിക്കും, ഫിഷ്. ഇതാണ് നമ്മളെ ജിദ്ദ മെട്രോ സ്റ്റേഷൻ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സംഭവമായിട്ടാണ്. പുറത്ത് നോക്കുമ്പോൾ ഒരു പട്ടിക്കൂട് മാതിരി അല്ലേ? ഉള്ളിൽ ജതി എല്ലാ ഐറ്റംസും ഫുഡും കാര്യങ്ങളും. 2026 വേൾഡ് കപ്പ് ഇതിമ പ്രദർശിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം അല്ലേ? ഇതിമ ഹജ്ജിൻ്റെ പരസ്യം കഴിഞ്ഞിട്ടില്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പോയി അതാ പോണ് മെട്രോ. മോന 220 250 സ്പീഡിലൊക്കെ പോവാം. അതിലൊന്നല്ല, അതിലേറെ പോവില്ലേ ഇവിടെ തന്നെ. ഞാൻ സുമാർ പറഞ്ഞാണ് എന്നെ കൊണ്ട് അച്ഛനെ മരിയാൻ പറഞ്ഞേക്കണം. അല്ല എന്താ സാഫ്യ ഇതൊക്കെ എന്താ ഈ ഗ്ലാസ് കൂടെയൊക്കെ ആകെ മറ്റേ പ്രാക്കള് കൂട്ടത്തോടെ പാറിയ മതി. ഇതിന് 10 കൊല്ലം ബാക്കല്ലേ ഗ്ലാസിന്റെ കാലാവധി കഴിഞ്ഞിക്കണേനെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് തിരിക്കുകയാണ്. ഓക്കെ ബൈ, കാണാം, കണ്ടുകൊണ്ടേയിരിക്കും. നിന്ന് മറ്റൊരു കാഴ്ച, മെട്രോ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മെട്രോ സ്റ്റേഷൻ, അങ്ങ് അകലേക്ക് കാണുന്നത്. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലമായിരുന്നത്. അപ്പോൾ അത് മാറി ഇതൊരു സൈതലിയായി, മറ്റേ മെഡിക്കൽ സ്റ്റോറാണ്. അപ്പോൾ അത് ഐബ്രാൻഡ് എന്നൊരു മെഡിക്കൽ സ്റ്റോറാണ്. അതായിരുന്നു ഞങ്ങളെ റൂമിലേക്ക് പോയിരുന്നത്. ഇതിൻ്റെ മുകളിലായിരുന്നു പോയിരുന്നത്. എല്ലാം ഒരു മാറ്റത്തിന് വിധേയം. എന്തായാലും ഒരു മെട്രോ അങ്ങോട്ട് പോയപ്പോൾ മറ്റൊരു മെട്രോ അത് അങ്ങോട്ട് വരുന്നു. 2 എഞ്ചിനാണ് കേട്ടോ. ഇടവും പല ഓരോ എഞ്ചിനാണ്. ഇതൊരു എഞ്ചിനാണ്. എവിടെയൊക്കെ പൈലെങ്ങനെ പോകണം? അവിടെ കാണും ആ പോകണം. പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ പോകണം. അതൊരു എഞ്ചിൻ. INSEM കേട്ടോ, ജിദ്ദ INSEM എന്നുള്ള കാഴ്ച. വെള്ളവണ്ടിയുടെ ഒക്കെ പോകണ്ടല്ലോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയാൽ ഇതൊക്കെ വണ്ടി പാർക്കിങ്ങിൻ്റെ ഏരിയ കേട്ടോ. ഈ കാണുന്ന ദുനിയാവൊക്കെ റോക്കിൻ്റെ സംഭവമാണ്. അവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. ഓക്കെ, അപ്പം അങ്ങനെ ഓക്കെ, കാണാം, കണ്ടുകൊണ്ടേയിരിക്കാം.